Asianet News Excellence Awards 2024. Malankara Archdiocese of the Syrian Orthodox Church in North America. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നോർത്ത് അമേരിക്കൻ അതിഭദ്രാസനുമായി ചേർന്ന് എക്സലൻസ് അവാർഡ് 2024 ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിഭദ്രാസനത്തിൻ്റെ 35ാമത് യുവജന കുടുംബ കോൺഫറൻസ് ഇത് ആദ്യമായി കാനഡയിൽ നടക്കുമ്പോൾ സഭയ്ക്കുള്ളിലും പുറത്തുമുള്ള വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കാൻ ഏഷ്യ ന്യൂസിന് ഒരവസരം കൈവന്നിരിക്കുകയാണ്. ഡോക്ടർ കൃഷ്ണ കിഷോറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി. താങ്ക് യു. Thank you for supporting us in our journey, pursuit of excellence in journalism, where we always stand with the people's voices. ഈ സഭയുമായി കൈകോർത്ത് ഒരു പുരസ്കാരദാന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അത് ഞങ്ങളുടെ യാത്രയിലും പ്രയാണത്തിലും ഒരു സുവർണ അധ്യായം കൂടിയാണ്. വളരെ വർഷത്തെ അടുപ്പമുണ്ട് ഈ സഭയുമായി ഞങ്ങൾക്ക്. ഞാൻ ഓർക്കുന്നു, പരിശുദ്ധ ഇഗ്നാത്യോസ് ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ സ്ഥാനാരോഹണം ആദ്യമായി ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടിയാണ്. ഈ അവാർഡ് നിശയ്ക്ക് വഴിയൊരുക്കിയ പരിശുദ്ധ യാക്കോബ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ തീത്തോസ് മോർ എൽദോസിനോട് ഞങ്ങൾക്ക് ഏറെ കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. അഭിവന്ദ്യ ഗീവർഗീസ് മാർ കുറിലോസ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദികർ, വിശ്വാസികൾ എല്ലാവരും ഈ സായം സന്ധ്യയെ ധന്യമാക്കുന്നു. ഈ പരിപാടി സാധ്യമാക്കുന്നത് നമ്മുടെ പ്രായോജകരുടെ സഹായം കൊണ്ടാണ്. ടൈറ്റിൽ സ്പോൺസർ റിയൽറ്റർ അനീഷ് ജോസഫ് റീമാക്സ്, മെഗാ സ്പോൺസർ ജോജി ചെറിയൻ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആൻഡ് മോർഗേജ് കൺസൾട്ടന്റ്, Platinum sponsor Sujit Sudeshan and Jenu Madathar. Thank you all. It's an honor to welcome His Eminence Archbishop Mor Titus Eldo to the stage for official inaugural function. ആയിരത്തി 1975 മുതൽ നമ്മുടേതായ ഇടവകകൾ, പള്ളികൾ അമേരിക്കയിൽ സ്ഥാപിതമായി എങ്കിലും ഔദ്യോഗികമായിട്ടൊരു ഭദ്രാസനമായിട്ട് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ഡിക്ലെയർ ചെയ്തതും അംഗീകരിച്ചതും 1993 ഏഷ്യാനെറ്റ് ചാനലിൻ്റെയും തുടക്കം 1993 അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചാണ് വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് ലഭ്യമാകുന്ന അതിൽ
വിജയം കൈവരിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തതായ, സഭയ്ക്ക് വേണ്ടി ചെയ്തതായ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സാമീപ്യവും നൽകിയതായ ആ സന്തോഷത്തിൻ്റെയും ആ നന്മയുടെയും പ്രതിഫലനമാണ്, അതിൻ്റെ അംഗീകാരമാണ് സഭയിലൂടെയും ഏഷ്യാനെറ്റിലൂടെയും ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. It's our pleasure to welcome the Member of Parliament for Niagara Falls, Canada, the esteemed Tony Baldinelli. It's an absolute honor for me to be here to welcome all of you to Niagara Falls. Not only are we the #1 tourism destination in all of Canada, we are home to a thriving LILA community here in Niagara Falls. And it's only going to get bigger, and it's only going to get stronger. It's time to honor our deserving winners. നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ ഈ ചടങ്ങിന്റെ സുപ്രധാനമായ നിമിഷങ്ങളിലേക്ക്. Dr. Krishna Kishore, Asianet News North American Operation Head, our main sponsor of Excellence Award 2024, broker Anish Joseph from Remax, proud to present 4 categories with total of 6 awards. Our first category is the Youth Icon 2024. Youth Icon Award, Miss Naina Thozhuppadan. ഇടവക കോർഡിനേറ്റർ, സൺഡേ സ്കൂൾ അധ്യാപിക, ഗായക സംഘാംഗം, സംഘാടക, ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന നയന മലങ്കര ആർച്ച് ഡയോസിസ് ഓഫ് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഇൻ നോർത്ത് അമേരിക്കയുടെ അഭിമാന താരങ്ങളിൽ ഒരാളാണ്. ബിസിനസ് അനലിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ നയനയുടെ നേതൃപാടവവും കൃത്യനിഷ്ഠയും ഇതിലും ഉപരിയാണ്. നോമ്പ് കാലത്ത് കാരുണ്യ പ്രവൃത്തികൾക്കായി $1000 സമാഹരിച്ചത് ഒരു ഉദാഹരണം മാത്രം. പെർഫ്യൂംസ് വേൾഡ് വൈഡിൽ IT അനലിസ്റ്റാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദധാരി. വേദപുസ്തക പഠനം ഉൾപ്പെടെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളും യുവജനങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഒരുക്കിയുമെല്ലാം ന്യൂയോർക്കിൽ നിന്നുള്ള നയന യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സഭയിൽ നടത്തിവരുന്നത്. I'm just very incredibly honored to receive the Youth Icon Award tonight. This recognition means so much to me, and I'm truly grateful for this acknowledgement for my efforts and dedication. First and foremost, I want to thank God for guiding me and giving me the strength to serve my community. Without His grace, none of this would be possible. Receiving this award is a reminder of the importance of community, teamwork, and dedication. I am committed to continuing my efforts to support and guide the youth in our community. Thank you once again for this incredible honor. Thank you. യൂത്ത് ഐക്കൺ കാറ്റഗറിയിൽ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കൂടിയുണ്ട്. കാരണം അത്രയധികം കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് യൂത്ത് ഉള്ള സ്ഥലമാണ് കാനഡ. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജിയോജി ചെറിയാൻ, co-sponsor of today's event. He is an educational consultant and mortgage agent. നയഗ്ര ബേസ്ഡ് ആയിട്ടുള്ള മോർഗേജ് ഏജന്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ് മിസ്റ്റർ ടോണി ബാൽഡിവെല്ലി. ഈസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ആൻഡ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് മലയാളി കമ്മ്യൂണിറ്റി. സോ നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്റ്റേജിൽ വേണം. സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ ആ ഒരു വ്യക്തി ആരായിരിക്കും അതറിയാനായിട്ട് AVയിലേക്ക് പോകുന്നു. യൂത്ത് ഐക്കൺ അവാർഡ് സ്പെഷ്യൽ ജൂറി മിസ്റ്റർ തൻസീൽ തയ്യൽ. തൻസീൽ തയ്യൽ കാനഡയിലെ പീറ്റർബറോ മേഖലയിൽ ദക്ഷിണേന്ത്യൻ വംശജനായ ആദ്യ പോലീസ് ഓഫീസർ. Tanzil hails from Valavanur, a small village near Tiru in the Malappuram
district of Kerala, India. ആയിരത്തി അഞ്ഞൂറിലേറെ പേർ അംഗങ്ങളായുള്ള കേരള മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന തൻസീൽ പഠനകാലത്ത് തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്നു. ഫാമിലി ഫോറം, ഈദ് കാർണിവൽ, ഇഫ്താർ, കായിക മത്സരം, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ തുടങ്ങിയവയിലൂടെ സംഘടനാ മികവും തെളിയിച്ചു. അബോധാവസ്ഥയിലായിരുന്ന ഒരാളെ CPR നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഒരിക്കൽ തൻസീലിന് സാധിച്ചു. കാനഡയിലെ സെനക്ക കോളേജിൽ നിന്ന് ബിസിനസ് ഡിപ്ലോമ ഓണേഴ്സും പീറ്റർബറോയിലെ ഫ്ലെമിംഗ് കോളേജിൽ നിന്ന് പോലീസ് ഫൗണ്ടേഷൻസ് ഡിപ്ലോമയും പൂർത്തിയാക്കിയ തൻസീൽ ടൊറന്റോ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്ക്രീനിംഗ് ഓഫീസറായും ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് പീറ്റർബറോയിൽ പോലീസ് ഉദ്യോഗത്തിൽ പ്രവേശിച്ചതും ചരിത്ര നേട്ടങ്ങളിലൊന്നിന് അർഹനായതും. വരുന്നു തൻസീൽ തയ്യിൽ, യൂത്ത് ഐക്കൺ സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാവ്. Obviously, I want to inspire this award to many more youth. നമ്മൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മലയാളീസ് ഒരുപാട് മാസ് ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. But definitely we don't have that much representation in our uniform service, not only in policing, but whether it has to be fire or whether it has to be paramedics, we don't have enough representation considering our population here. So ഈ ഒരു അവാർഡ് ഒരു കരിയർ നോക്കുന്ന നമ്മൾ യുവാക്കൾക്ക് പ്രചോദനമാകട്ടെ. I definitely want to see more and more uniform representation from our Malayali community. We can do this. You just need to put some efforts. Definitely thankful for my family and thankful for my well-wishers, and I will definitely continue to do so. Thank you so much. പഴമയുടെ പ്രൗഢിയും പുതുമയുടെ താളങ്ങളുമായി സെയിന്റ് സ്റ്റീഫൻസ് സിറിയക് ചർച്ച് കിച്ചനറിന്റെ നൃത്തസംഘം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് മാർഗം കളി. മാഗചന്ദിരാ രൂപാമണിയേ മാഗചന്ദിരാ രൂപാമണിയേ எனது மங்கை தங்கமே மரதக மனமே எனது மங்கை தங்கமே மரதக மனமே മനമേനതു ചന്ദ വർണ്ണ ശോഭന മനമേനതു ചന്ദ വർണ്ണ ശോഭന മനമാപതിയേ മണവാളകരേ മനമാപതിയേ മണവാളകരേ ഏലോ ഏലേലമ്മ ഏലേലോ ആൺപെൺകൾ സന്ധിപ്പതാവി തൊട്ടി മണ്ണിൽ ആലാപനായൻ ഹിതത്താൽ മാതോവൻ കാട്ടുന്ന മാർഗ്ഗേ ചരിക്കണം ഈ വാഴ്വിൽ നിറയും നിങ്ങൾ ആൺപെൺകൾ സന്ധിപ്പതാവി തൊട്ടി മണ്ണിൽ ആലാപനായൻ ഹിതത്താൽ മാതോവൻ കാട്ടുന്ന മാർഗ്ഗേ ചരിക്കണം ഈ വാഴ്വിൽ നിറയും നിങ്ങൾ അതിഭദ്രാസനത്തിന്റെ ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ജെറി ജേക്കബിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ആശംസാ പ്രസംഗത്തിനായിട്ട്. We tend to appreciate people after they depart from this world. You go to a funeral service and then you start praising them. You're talking highly of them, but they're not even there. But we have to take an opportunity in this world to appreciate
and to honor those people who well deserve it while they are here. You have to tell them how great they are doing, how their work in the community and amongst the world, all the representatives around the world, how they are performing, how they are doing in their lives. If they're doing something good, we have to learn how to appreciate them and award them for that. Next award category, but before that, let's acknowledge the dignitaries who will present the award. Please welcome His Grace Georgis Markoulos to the stage. Please join me in welcoming Niagara Falls City Councillor, the dedicated and hardworking Mona Patel. I want to add on the bold and beautiful Mona Patel. Asianet News in a representing Jittu Damodar. I would like to welcome Sujit Sudevan, Ins Life Insurance Brokers. So, നമുക്കറിയണ്ടേ ആരാണ് കമ്മ്യൂണിറ്റി സർവീസ് എക്സലൻസ് അവാർഡ് വിന്നർ 2022? Move on to the AV. Thank you so much for bringing him in today. Come on in, come on in. Community Service Excellence Award, Mr. Praveen Warki. പ്രവീൺ വർക്കി സോഷ്യൽ വർക്കറായി തുടക്കം. ഒൻറ്റാറിയോ ഹീറോസ് എന്ന സാമൂഹിക സംഘടനയുടെ സ്ഥാപകൻ. കാനഡയിലെ മലയാളി സമൂഹത്തെ കോർത്തിണക്കിയുള്ള യാത്രയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മണ്ണിലെ മലയാളി പെരുമയായി മാറുന്നു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദധാരിയായ പ്രവീണിൻ്റെ സാമൂഹിക സേവന യാത്രയുടെ തുടക്കം ഇന്ത്യയിൽ നിന്ന് തന്നെ. പിന്നീട് കൾച്ചറൽ ആൻഡ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ UK-യിൽ. 13 വർഷം മുൻപ് കാനഡയിലേക്ക് കുടിയേറി. ഫാക്ടറി ജോലിക്കാരനായി തുടങ്ങി സ്വന്തം തൊഴിൽ മേഖലയിലേക്ക് മടങ്ങിയെത്തി ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇതിനിടെ ഒൻറ്റാറിയോ ഹീറോസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി സ്ഥാപക CEO ആയി. അവിടുന്നാണ് സാമൂഹിക പ്രവർത്തനത്തിൽ സജീവമായത്. മലയാളികളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും കാനഡയുടെ മണ്ണിൽ മാന്യമായ സ്ഥാനം നേടിക്കൊടുക്കുക എന്ന സ്വപ്നവുമായി ഇപ്പോൾ രാഷ്ട്രീയത്തിലും സജീവം. കോവിഡ് കാലത്തെ സാമൂഹിക സേവനങ്ങളെ മാനിച്ച് പ്രവിശ്യ പാർലമെന്റ് അംഗം ദീപക് ആനന്ദ് റിമാർക്കബിൾ സിറ്റിസൺ പുരസ്കാരം നൽകിയപ്പോൾ കോവിഡ് ഹീറോ അവാർഡ് നൽകിയാണ് മിസിസാഗ സിറ്റി ആദരിച്ചത്. കനേഡിയൻ മലയാളി ഗ്രേറ്റ് അച്ചീവ്മെന്റ് അവാർഡും നേടി. കാനഡയിൽ 13 കൊല്ലം മുന്നേ വരുമ്പം സഹായിക്കാനായിട്ട് ഒത്തിരിയധികം ആൾക്കാർ ഉണ്ടായിരുന്നു. 13 കൊല്ലം മുന്നെയാണ്. പക്ഷേ ഒരു ഫാക്ടറി വർക്കറായി തുടങ്ങി സോഷ്യൽ വർക്കിലേക്ക് കാലെടുത്ത് വെക്കുമ്പം എൻ്റെ പിതാവിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങൾ, എൻ്റെ പിതാവാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാനിന്ന് സോഷ്യൽ വർക്കറായിട്ട് ഇന്നിവിടെ നിൽക്കുന്നത്. ലാസ്റ്റ് 8 years I was actively involved in community development and also social service and also many other activities to embrace the humanity. So I always say, let's celebrate humanity. Our kindness matters. ആ ഒരു മോട്ടോയിൻ്റെ മേലെയാണ് ഒൻറ്റാരിയോ ഹീറോസ് എന്നൊരു പ്രസ്ഥാനം, ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ട് പ്രസ്ഥാനം തുടങ്ങിയതും കാനഡയിലെ മലയാളി സമൂഹത്തെ കാനഡയിലെ വിവിധ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്വേ തുറന്നതും അതുവഴി സമൂഹത്തിലെ മലയാളികളെ കൂടാതെ കാനഡയിലുള്ള വിവിധ സമൂഹത്തെ സേവനം ചെയ്യാനായിട്ട് last 4 years, we started in 2020 during the COVID time. We are able to deliver over 22,000 hours of professional services with a group of outstanding professionals from 30 disciplines in 13 nationalities. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട്
സാമൂഹ്യ സേവനം നടത്താനായിട്ട് ദൈവം എന്നെ ഒരുക്കിയെന്ന് പറയാം. അതുവഴി ഒത്തിരിയധികം മൂല്യമുള്ള ജീവനുകളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും സാധിച്ചു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് കാനഡ. താങ്ക് യു. Asianet News Excellence Awards 2024. കമ്മ്യൂണിറ്റി സർവീസ് എക്സലൻസ് അവാർഡിൽ ഒരു സ്പെഷ്യൽ ജൂറി കാറ്റഗറി കൂടിയുണ്ട്. സോ അത് ആരാണ് എന്ന് അറിയാൻ നമുക്ക് AVയിലേക്ക് പോകാം. Community Service Excellence Award Special Jury Mr. Shaimi Jacob. ഷൈമി ജേക്കബ് IT വിദഗ്ധൻ, സംരംഭകൻ, റെസ്റ്റോറന്റ് ഉടമ, അധ്യാപകൻ, ചലച്ചിത്ര നിർമ്മാതാവ്. വിശേഷണങ്ങളുടെയും യോഗ്യതകളുടെയും പട്ടിക നീളുന്നു. ധനകാര്യ സേവന വ്യാവസായിക മേഖലകളിൽ 2 പതിറ്റാണ്ടിലേറെ കാലത്തിന്റെ പ്രവൃത്തി പരിചയമുണ്ട് ഷൈമിക്ക്. ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ അസോസിയേഷൻ അംഗം എന്ന നിലയിൽ IT ഓഡിറ്റ് മേഖലകളിലും മികവ് തെളിയിക്കുന്നു. സാമൂഹിക രംഗത്തും നിറസാന്നിധ്യമാണ്. ന്യൂയോർക്കിലെ ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് റോക്ക്ലൻഡ് യൂണിറ്റ് ട്രഷറർ, ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ അംഗം, വേൾഡ് മലയാളി ഫെഡറേഷൻ അംഗം എന്നീ നിലകളിലും സജീവം. സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിലെ മികവിലൂടെ 2014 ബറാക് ഒബാമ പ്രസിഡന്റായിരിക്കെ US പ്രസിഡൻഷ്യൽ സിൽവർ അവാർഡിന് അർഹനായി. ഗ്രേറ്റർ സഫേൺ ചേംബർ ഓഫ് കോമേഴ്സ് ബോർഡ് അംഗമായ ആദ്യ ഇന്ത്യൻ വംശജനുമായിരുന്നു ഷൈമി. I would like to invite Mr. Vinod Chon. He's a freelance journalist, and also Mr. Baiju Pagalomatam. He's a owner of Pagalomatam Estates. ഷൈമിക്കുള്ള അവാർഡ് നൽകുന്നതിനായിട്ട് ഐ എം ഇൻവൈറ്റിംഗ് അഭിവന്ദ്യ മാർ കൂർലോസ് തിരുമേനി. This is not an award for me. This is our award. This is the award for community. നമ്മൾ ബൈബിളിൽ പഠിച്ചിരിക്കുന്നത് നമ്മുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു 20 കൊല്ലം ഞാൻ വോളണ്ടറി സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല. 2014 ഞാൻ ബാങ്ക് ഓഫ് അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരാൾ എൻ്റെ മാനേജർ നോമിനേറ്റ് ചെയ്ത് എനിക്ക് US പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടി ഫ്രം ഒബാമ. So that was my start. And after that, I've been involved. It is all our award. It's not my award. It's the community award. Being a Sunday school teacher, being a diocesan council member, being wherever you are, be a blessing for the community. Like Tito Tirumeni Paranjamola, be a light. I am very thankful to Asianet and everyone here for being a blessing and continue to be blessing. Pay it forward, do your good, and may the good remain. God bless you all. Thank you. I would like to invite Ms. Mona Patel, Councillor of City Niagara Falls, for a few words. I will be reading a little bit because I am delivering reading on behalf of Mayor Jim Diodati and our City Council. Our mayor is not here. He's usually very supportive of most of the events. He has come down with a case of pneumonia, so doctor has ordered him to stay home and rest. So he's out of the work for a few days. So I am presenting mayor and our city councilor here on his behalf. So on behalf of mayor and city council, I want to welcome you all to Niagara Falls, and thank you very much for hosting the very first conference in Canada, and that is hosted in Niagara Falls. Niagara Falls has 14 million visitors coming here every year. But when special events like this held, it makes the reps of Niagara Falls and residents of Niagara Falls very, very proud. I understand that
we have very big Malayali community in Niagara Falls, and I wouldn't be here, standing here, without the help, love, and support of Malayali community in Niagara Falls. They were there with me from the day one, and they're still my very big support. So I would appreciate if you can please give a round of applause to all the Malayali communities in Niagara Falls. സോ നമുക്ക് അടുത്തതായി മൂവ് ചെയ്യാം നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക്. എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസാദ് ജയൻ, പ്രസിഡന്റ് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്. I would like to invite Manoj Edamana, Regional Vice President Fokana. ആരാണ് 2024 എക്സലൻസ് അവാർഡ് 2024 ഹെൽത്ത് കെയർ അവാർഡിന്റെ വിന്നർ ആയിരിക്കുന്നതെന്ന്? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ AV. Excellence in Healthcare Award, ഡോക്ടർ നടുപ്പറമ്പിൽ കെ ജേക്കബ്. ആരോഗ്യമേഖലയിലെ ഗവേഷണങ്ങൾക്കായും അതിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങളിലുമാണ് ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ക്യാൻസർ റിസർച്ച്, റേഡിയേഷൻ റിസർച്ച് സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റി ഓഫ് റേഡിയേഷൻ ഓങ്കോളജി, മോളിക്കുലർ കാർസിനോജെനസിസ് ആൻഡ് കീമോതെറാപ്യൂട്ടിക് പ്രോഗ്രാം, ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോംപ്രഹെൻസീവ് ക്യാൻസർ സെന്റർ എന്നിവയിൽ അംഗമാണ്. കൊളംബസിലുള്ള ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിസിനിലെ ജെയിംസ് ക്യാൻസർ ആശുപത്രിയിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിൽ പ്രൊഫസറായ ഡോക്ടർ ജേക്കബ് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് 4 US പേറ്റന്റുകളുമായും 30-ലേറെ പ്രബന്ധങ്ങളുമായും ബന്ധപ്പെട്ട സംഘങ്ങളുടെ ഭാഗമായിരുന്നു. ക്യാപ്ചർ മെഡിക്കൽസിന്റെ സഹസ്ഥാപകൻ, സിൻസിനാറ്റി യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് മെഡിസിനിലും നെബ്രാസ്ക യൂണിവേഴ്സിറ്റിയിലും പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിരുന്നു. JNUവിലും UGCയിലും റിസർച്ച് ഫെലോ ആയിരുന്നു ഡോക്ടർ നടുപ്പറമ്പിൽ കെ ജേക്കബ്. അദ്ദേഹം ജർമ്മനിയിലും ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. I'm not a clinician. I'm a PhD researcher. I'm an experimentalist. As you know, to develop a drug or to optimize a therapeutic regimen that gives better therapeutic gain, or to develop a diagnostic test, it needs support and lots of effort from a number of stakeholders. So it starts with identifying a need, an unmet clinical need, and then formulating a testable hypothesis and testing this through a number of experiments, which include animal studies, preclinical studies, like that. So during this process, researchers come across a lot of setbacks and failures and issues. Several of those good ideas may not get translated to clinic or to market. So I dedicate this award to all those who are behind the scene. My students, my postdoctoral researchers, technicians, institution, of course, and funders, and above all, to those patients who get enrolled in the clinical trial and give consent to collect valuable specimens and data. Thank you. ഇനി നമുക്ക് അടുത്തതായി ഒരു സെമി ക്ലാസിക്കൽ ഡാൻസിലേക്ക് കടക്കാം. Today, Team Deem will be taking us on a journey through young hearts' deepest emotions, from darkness to the light, from sadness to strength, weakness to power. Let's get empowered.
I would like to invite Anil Adur, Asianet Senior Vice President, Overseas News Operations. എല്ലാവർക്കും നമസ്കാരം. 7 കടലുകൾക്കിപ്പുറവും നയാഗ്ര എന്ന സ്ഥലത്ത് 1890 ചരിത്രത്തിൽ ലോകത്താദ്യമായി വൈദ്യുതി ട്രാൻസ്മിഷൻ നടത്തിയ ടെസ്ല നടത്തിയ സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ഈ സമ്മേളനത്തെ വരവേൽക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ മലയാളികളുള്ളിടത്തെല്ലാം സ്വീകരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വീകരണ മുറികളിൽ നിറസാന്നിധ്യമായി തുടരുന്നു. അപരനെക്കുറിച്ചുള്ള കരുത്തലാണ് സംസ്കാരം. കൾച്ചർ ഇസ് ദ കൺസേൺ ഓഫ് അതേഴ്സ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നാം മനുഷ്യനെ ആദരിക്കേണ്ടത്, മരിച്ചു കഴിയുമ്പോഴല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുമേനിയുടെ പ്രത്യേക അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളിൽ പ്രധാനിയായ ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് ഞങ്ങൾ ലൈഫ് ടൈം എക്സലൻസ് അവാർഡ് നൽകി ഇവിടെ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, തീർച്ചയായിട്ടും ഒരു ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. People of compassion, kindness. There are so many people who need us. Lifetime Achievement Award, Father Abraham Kadavil. The Very Reverend Abraham O. Kadavil has been a theologian, educator and pastoral counselor throughout his life. He is a priest of the Universal Syrian Orthodox Church, and he was elevated to the rank of Chorepiscopus by Patriarch His Holiness Ignatius Ephraim II. Father Abraham is the founder and former vicar of St. Thomas Syriac Orthodox Church in Baltimore, Maryland. Archbishop His Eminence Martitus Yeldo appointed him to serve as the Archdiocesan Secretary 3 times for the Malangara Archdiocese of the Syrian Orthodox Church in North America. He also served as a marriage and family counselor with the Pastoral Counseling Services of Maryland for 35 years. Father Abraham's experience with students included working with university students as the General Secretary of the Mar Gregorios Orthodox Christian Student Movement of India and serving as a chaplain to students at the University of Braunschweig, Germany. He did say anything wrong, actually. He did not. He also had the opportunity to participate in the Ecumenical Institute of the World Council of Churches in Geneva, Switzerland. Father Abraham received his graduation in theology from Leonard Theological College, Jabalpur, India, his BD from Serambur College, India, and Masters in Theology from Bexley Hall, Rochester, New York. He also received diplomas from the University of Geneva and St. Augustine's College, Canterbury, England. ഇന്ന് പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, പക്ഷേ എങ്കിലും ഈ അവാർഡ് അദ്ദേഹത്തിന് തന്നെ കൈമാറാൻ ഒരു പ്രതിനിധി അയക്കണമെന്നുള്ള ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഈ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. In the name of the Father, and of the Son, and of the Holy Spirit, Amen. My heart is filled with the gratitude to God Almighty as I am receiving the Life Achievement Award given by the Archdiocese. I am grateful to Archbishop His Eminence Martitos Yeldo
Archdiocese Secretary Reverend Dr. Jerry Jacob, and the members of the council. I can never forget the blessings I have received from the late Patriarch His Holiness Ignatius Saka I was one, and the present Patriarch His Holiness Ignatius Abraham II, who offered me the Holy Sacrament of Candilo. I thank the clergy and the members of the Archdiocese for their support. Finally, I am grateful to all the members of St. Thomas Syriac Orthodox Church of Baltimore for their love and prayers. Thank you all very much. Kindly remember me in your prayers. Amen. നമ്മൾ ഇതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ അവാർഡ് സമ്മാനിക്കുന്നതിനായി എൽദോ തിരുമേനിയെ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. മെമ്പർ ഓഫ് പാർലമെന്റ് നിയാഗ്ര ഫോൾസ് ടോണി ബാൾനെല്ലിയെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കൃഷ്ണ കിഷോർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ USA ഓപ്പറേഷൻസിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജെറി ജേക്കബ് സെക്രട്ടറി സഭയുടെ സെക്രട്ടറിയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ വികാരി ഫാദർ ഷെറിൽ മത്തായിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അവാർഡ് സ്വീകരിക്കാൻ നമ്മുടെ കോറപ്പിക്സ് കോപ്പയോടൊപ്പം 35 വർഷക്കാലത്തിലധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോർജ് കട്ടക്കുഴിയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടി ഈ അവാർഡ് സ്വീകരിക്കാൻ ജോർജ് കട്ടക്കുഴിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. വിശിഷ്ട അതിഥികൾ വേദിയിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇടവകയിൽ നിന്നുള്ള അച്ഛൻ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഫാദർ ഷിറിൽ മത്തായി 2 വാക്ക് സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. What shall I render to the Lord for all his benefits to me? These were the words written by King David in response to his love for what God has given to him. My name is Reverend Father Simon Cheryl Mathai. I'm currently the vicar of our beloved St. Thomas Syriac Orthodox Church, fondly known as Carnival Achin's Church, in the great city of Baltimore, Maryland. Achin regrettably was unable to receive this because of his age, but he humbly asked myself, as well as Dr. George Kattaguri, to accept it on his behalf. Beloved Achin is no stranger to anyone in this audience. Having been one of the founding members of this beloved archdiocese, Achin has guided this beloved archdiocese through times of challenge and prosperity, while serving as the archdiocese secretary on multiple occasions. As I accept this award, I ask us to remember what St. Paul wrote to his beloved disciple Timothy in his second letter, where he says in verses 7 and 8, I have fought the good fight, I have finished the race, I have kept the faith. Finally, there is laid up for me the crown of righteousness, which the Lord, the righteous judge, will give to me on that day, and not to me only, but also to all who have loved his appearing. Achin shares this award with his beloved Korepiskopoi and beloved clergy. On behalf of Achin, I want to remember his teachers, especially the late lamented Catholicos' Beatitude Basilios Paulos I, and last but certainly not least, his beloved wife, his late wife, Beskioma Annie Carville, his son and daughter-in-law, Jamie and Anju, and his grandchildren, Joshua, Rachel, and Rebecca, who serve as the backbone of his ministry. On behalf of Achin, myself, and Dr. George Kattaguri would like to thank those who nominated and selected Achin, especially Asianet News, for this prestigious award. Asianet News Excellence Awards 2024. ഞാൻ കേരള കുസീൻ്റെ പേരിലും
അതുപോലെ തന്നെ മലബാർ ബ്ലാക്ക് പെപ്പർ സ്റ്റോറിന്റെ പേരിലും അതുപോലെ തന്നെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫൊക്കാനയുടെ പേരിലും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനം എല്ലാ സാമൂഹിക സേവകർക്കും ഒരു മാതൃകയായി തീരട്ടെന്നും അതുപോലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കാനഡയിൽ നിന്ന് മനോജ് എടമാൻ. ഏഷ്യാനെറ്റ് ന്യൂസും മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് നോർത്ത് അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ഈ അവാർഡ് നൈറ്റിന് നയാഗ്ര മലയാളി സമാജത്തിന്റെയും നയാഗ്രയിലെ എല്ലാ മലയാളികളുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവരെ എന്നും ആദരിക്കുന്നതിന് ഏഷ്യാനെറ്റും അതോടൊപ്പം ഈ മലങ്കര ഓർത്തഡോക്സ് ചർച്ചും എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ ഞങ്ങൾ വളരെയേറെ അഭിനന്ദിക്കുന്നു. 19-ാം വയസ്സിൽ കാനഡയിലെ തണുത്തുറഞ്ഞ ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി മികവ് കാട്ടി ഇന്നും ജനങ്ങളോടൊപ്പം കഴിയുന്ന ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ ദൃശ്യങ്ങൾ TV-യിൽ കാണിക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യവും ഞങ്ങൾ ഇന്നിവിടെ കാണിക്കുന്നില്ല. എന്നാൽ ഞാൻ ആ വ്യക്തിയെ ആദരിക്കാൻ തീരുമാനിച്ചു. ഞാനും ഡോക്ടർ കൃഷ്ണകിഷോറും അത് കൂടിയാലോചിക്കുകയും എന്നിട്ട് അവസാനം ആ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 19-ാം വയസ്സിൽ ഇവിടെ എത്തിയ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ മലയാളി സംഘടനയായ ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ അതിൻ്റെ അമരക്കാരനായിരുന്ന ആരാണ്? നൺ അതർ ദാൻ മിസ്റ്റർ ടോമി കൊക്കാട്ട്. അദ്ദേഹം ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, ഇതൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ മലയാളി സമൂഹത്തെ ഇന്നും എപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴും അപ്പോഴൊക്കെ തന്നെ നാട്ടിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ടോമി കൊക്കാട്ടിനെ ട്രോഫി സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് ടോണി മൽനെല്ലി അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ഇൻ ലൈഫ് ഇൻഷുറൻസ് അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ജിനു മഠത്തിലെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജിനു മഠത്തിലാണ് അദ്ദേഹത്തിനുള്ള പൊന്നാട അണിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെഡൽ സമ്മാനിക്കുന്നത് ഫാദർ ജെറി ജേക്കബ്. കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഇതിനു മുമ്പുള്ള ഏതോ ഒരു പ്രാൻസികം പറഞ്ഞ പോലെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി നമ്മളെ ആദരിക്കുന്നു. അത് കാനഡയിലുള്ള കമ്മ്യൂണിറ്റിക്ക് ഞാൻ വർക്ക് ചെയ്തത് ലോകത്തിൻ്റെ എമ്പാടുമുള്ള മലയാളികളുടെ ദൃശ്യമാധ്യമമായ ഏഷ്യാനെറ്റ് ആദരിക്കുമ്പോൾ അതിന് ഒരു ഇരട്ടി മധുരം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ സഹായിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കാറില്ല, അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നോക്കാറില്ല. കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് എനിക്ക് ഇന്ന് ഇവിടെ ലഭിച്ച ഈ അവാർഡ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ. ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. So ladies and gentlemen, let's make some noise for the talented dancers of KL Company as they present a captivating performance for us.
award നിശ സാധ്യമാക്കി തന്ന മലങ്കര ആർച്ച് ഡയസിസ് ഓഫ് ദി സിറിയാനിക് ഓർത്തഡോക്സ് ചർച്ച് ഇൻ നോർത്ത് അമേരിക്കയുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്നേഹാദരം അറിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. അടുത്തതായി ഈ വേദിയിലേക്ക് വിളിക്കുന്നത് ജിനു മഠത്തിലിനെയാണ്. സംഘാടക സമിതി അംഗമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതായി മൂവ് ചെയ്യാം സ്പോൺസേഴ്സ് അപ്രീസിയേഷനിലേക്ക്. Our title sponsor, Anish Joseph, real estate agent, Remax. Meet Anish Joseph, your trusted Malayali realtor. With over 5 years of dedicated experience in residential properties, he is a proud member of the Remax Hall of Fame. Anish has successfully sold over 200 homes with a 100% closing success rate. Backed by over 100 5-star Google reviews, he is known for his impeccable lead generation and consistent client satisfaction. Serving the entire GTA, Anish extends his exceptional services across various regions of Ontario. Contact today to find your dream home. Call 647-739-2525. Email info@anishjoseph.ca or visit anishjoseph.ca. Anish Joseph, your way home. Contact us today to find your dream home. GOG Churian, educational consultant and mortgage agent. Looking for the right career guidance? Look no further than Rero Solutions. Our certified career counselors with over 25 years of experience will guide you achieve your dream of studying abroad or in India. Whether you aim to pursue a career in medicine, paramedical, nursing, engineering or management, Rero Solution is the place to visit. Our experienced counselors will guide you select the most suitable career path. For more details, give us a call and we will take care of the rest. അടുത്തതായി നമ്മളുടെ പ്ലാറ്റിനം സ്പോൺസർ ആണ് ഇൻസ്ലൈഫ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്. റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് എത്തുന്നു സുജിത് സുദേവൻ. ആൻഡ് ഓൾസോ ഹി വാണ്ട് ടു വെൽക്കം ജിനു മഠത്തിൽ. InsLife, a Malayali managed insurance and investment services provider located in Mississauga, proudly serves clients across Ontario and Saskatchewan. Distinguished as the premier 100% Malayali owned and operated insurance brokerage firm in both provinces, InsLife offers a comprehensive suite of insurance and investment products meticulously crafted to meet the unique needs of its diverse clientele. Their product range encompasses offerings for home, auto, commercial, business, life, child plan, investments, retirement solutions, travel, and employee benefits available in both individual and group segments. Driven by a dedication to delivering value for money, InsLife invites you to reach out for all your insurance and investment requirements. Whether you reside in Ontario or Saskatchewan, InsLife is poised to provide personalized and tailored solutions to meet your financial goals and protection needs. InsLife Insurance Brokers. Hold our hands for better tomorrow. ന്യൂസിന്റെ കാനഡയിലെ മുഖം എന്ന് തന്നെ പറയാം. ജിത്തുവിന് ഉപഹാരം സമ്മാനിക്കാനുള്ള സമയമാണ്.
മലയാളി കമ്മ്യൂണിറ്റിയുടെ മീഡിയേഷനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു വിജയ് സേതുമാധവൻ, മധുരഗീതം 101.3 FM. Next, Ashley Joseph, Jai Hind Varta. MC News, MC റേഡിയോയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് എത്തുന്നു അർച്ചന ധനേഷ്. ക്യാൻ മലയാളിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആസാദ് ജയൻ. വിൻചോ മീഡിയയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിനോദ് ജോൺ. Let's give a warm welcome to Samira Kavanal. ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ്, ഭരതനാട്യം പെർഫോമൻസ് ആണ്. അടുത്തതായി സഭയ്ക്ക് ഒരു ഉപഹാരം നൽകുന്നതിനായി it's my pleasure to welcome the Member of Parliament for Niagara, the esteemed Tony Baldinelli, to the stage. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത് നയാഗ്ര ബേസ്ഡ് ആയിട്ടുള്ള ടീം ഗ്രൂ ആൻഡ് ഡാൻസ് ആണ്. దానికేమో మేకలిస్తివి, మరి నాకేమో సన్న బియ్యంను కలిస్తివి. మేకలేమో మందలుగా పెరిగిపాయ, నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ. ఆడపచ్చరాళ్ళ తూకాలిస్తివి, మరి నాకేమో చుక్కగళ్ళ కోకలిస్తివి. దాని చెవిలో తూకాలేమో తగా మెరిసిపాయ, నాకు పెట్టిన కోకలేమో పీలికలై సిరిగిపాయ. ఏం రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. ఏం రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം ഒഫീഷ്യലി അവസാനിച്ചിരിക്കുകയാണ്. I would like to invite
Mr. Joji Kavanal, Archdiocese Treasurer, to deliver the vote of thanks. കൃഷ്ണകൃഷ്ണനോടും അനിലിനോടും അതുപോലെ ജിത്തുവിനോടും പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വി എക്സ്പ്രസ് സിൻസിയർ താങ്ക്സ് ടു ടോണി ബോണലി ആൻഡ് മോണ പട്ടേൽ. പിന്നെ പറയാനുള്ളത് നമ്മുടെ വിജുവാണ്. വിജുവിനുള്ള നന്ദി നമ്മുടെ സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ജനുവാണ്. അത് കൗൺസിൽ മെമ്പറാണ്, എന്നാലും ജനുവിൽ നന്ദി ഞാൻ അറിയിച്ചുള്ളൂ. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഒന്നും വിജയിക്കത്തില്ലല്ലോ. സ്പോൺസേഴ്സ് അനീഷ് ജോസഫ്, പിന്നെ നമ്മുടെ ജോജി, പിന്നെ നമ്മുടെ സുജിത്ത്, അവരോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മെയിൻ അട്രാക്ഷൻസ് നമ്മുടെ പെർഫോമൻസാണ്. അവരോടെല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും.